Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Ayyuhal ikhwah wal akhawat, usikum bittaqwallah. For example, contoh വിഷയത്തെ എക്സ്പ്ലെയിൻ ആക്കുന്നത് ആൾമാർക്കത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തിൽ സൂറത്തുൽ ബഖറ സൂറത്തുൽ ബഖറത്തെ 264 ആയത്തിൽ ഒരു എക്സാമ്പിൾ മുഖാന്തര മുഅ്മിനീത്തുൽ ആൾമാർ കൊടുക്കുന്ന ഒരു എച്ചരിക്കൽ ഇങ്ങനെ കാണാൻ സാധ്യതയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ ഈമാനുള്ള ആൾമാരെ, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങളുടെ സ്വതക്കത്തെ നിങ്ങൾ ബാത്തിലാക്കുമ്പോൾ തീരാ എങ്ങനെ ബിൽ മന്നി വൽ അദാ, അതിങ്ങനെ എടുത്തു സ്വന്തം അതിന്റെ പേരിൽ ആൾമാർക്ക് നിങ്ങൾ ടോർച്ചർ ആക്കിയത്, അതായത് ഉപദ്രാക്കിയത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കാക്കിനെ ചെന്നെങ്കിലും വലിയ മഹത്വമുള്ള വിഷയം, ചുണ്ട പ്രതിഫലമുള്ള വിഷയം ആയില്ല. ആ സ്വതക്കാക്കെന്തെല്ലാം ഇങ്ങനെ എടുത്തു ചൊല്ലണ അവിടെ തിരപ്പെടുത്ത് അവിടെ ഇങ്ങനെ ഹെൽപ്പാക്കി അതോടെ ഉപാസ് അങ്ക് അതിന്റെ പേരിൽ എന്താക്കണം, അങ്ക് ടോർച്ചർ ആക്കുക, അതായത് ഉപദ്രാക്കുക. എന്തായാല ആൾക്ക ഗത്തില്ലാത്തവനെ തിന്നെങ്കിൽ ആ തന്തല്ല നീ ഇങ്ങനെ, അല്ലെങ്കിൽ അവൻ തന്തല്ല നീ ഈ രൂപത്തിൽ അങ്ങനെ ഉപദ്രാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉദാഹരണം ചൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവസ്ഥ എങ്ങനെ ചൊല്ലുന്നവരെ കല്ലദീ ഉഫിഖു മാല വരിആ അന്നാസ്, ആൾമാർ കാട്ടും കൈത്ത് സമ്പത്തിനെ ചെലവാക്കര പോലെ എത്തിക്കണം. വലാ യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും ആഖിറത്തിലും ഈമാൻ ഇല്ലാത്ത പോലെ. അവിടെ ഉദാഹരണം ചൊല്ലാൻ മതലുഹു കമതലി സഫ്വാൻ, അവിടെ ഉദാഹരണം എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബണ്ടക്കല്ലറ പോലെ, അലൈഹി തുറാബ്, അതിന്റെ മേലിൽ കുറെ മണ്ണുണ്ട്, അത് ഫ്ലാറ്റ് ആയിട്ടുള്ള കുറെ മണ്ണ് അതിന്റെ മേലുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു മല വന്ന് പോലും അതുകോ ആ മണ്ണെല്ലാം മൊൽകിത്ത് പോകും, ആ വണ്ടക്കെല്ലാം ഫ്ലാറ്റ് എത്തിക്കുക. അതേപോലെ എത്തിക്ക് ഈ മനുഷ്യന്മാരുടെ അവസ്ഥ. ജീവനത്തിൽ അമലാക്കര ചുമ കുറവുണ്ട്. ആ അമലാക്കത് എടുത്തു ചൊല്ലുന്ന മുഖാന്തര ആ ബണ്ടകല്ലൊരു മേലിൽ ഇന്ന മണ്ണര പോലെ അതൊരു മല പുറമ്പത്തി ഇങ്ങനെ ഇല്ലാണ്ടായിട്ട് പോകണ്ട. അതേപോലെ ഇങ്ങനെ ചൊന്തു നടക്കുമ്പോഴൂ അതിന്റെ പേരിൽ ആൾമാർക്ക് ഉപദ്രാക്കുമ്പോഴൂ അങ്ങ് ആ കൊടുത്ത് സ്വതക്കത്തെ പോലും അങ്ങ് ഇല്ലാണ്ട അവർ ചൊന്തലതീറ്റിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അങ്ങ് സമ്പാദനാക്കിയതിന് ഒരു പ്രതിഫലം പോലും അങ്ങ് നേടാനാവില്ല ചൊന്തലതീറ്റിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അല്ലാഹു കാഫിറീത്തുൽ ഖൗമിനെ ഹിദായത്തിലാക്കില്ല ചൊന്തലതീറ്റിക്കുക. അപ്പോൾ നോക്കൂ, ഈ റമദാനിൽ സ്പെഷ്യലി ഇങ്ങനെ ജാഗ്രത ആക്കുമ്പോഴുള്ള വിഷയത്തികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൽമാരുടെ വിഷയത്തിൽ ഹദീസിൽ എച്ചരിക്ക കൊടുത്തത് നമുക്കിങ്ങനെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാത്തത്തുൽ, മൂന്ന് വിഭാഗം ആൾമാരുണ്ട്. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ടേക്ക് പൽക്കവരില്ല. വലാ യൻദുറു ഇലൈഹിം, അങ്ങനെ നേർക്ക് നോക്കില്ല. വലാ യുസക്കിഹിം, അങ്ങനെ ശുദ്ധിയാക്കില്ല, തസ്കിയതാക്കില്ല. വലഹും അദാബുൻ അലീം, നമുക്ക് ചൊന്ന നമ്പറുള്ള ശിക്ഷ. നാല് വിശേഷം അല്ലാഹു എന്താക്കില്ല, അങ്ങോട്ടേക്ക് പൽക്കവരില്ല, അങ്ങോട്ടേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിനെ നോട്ടിക്കില്ല, അങ്ങനെ അല്ലാഹു തസ്കിയതാക്കില്ല, അങ്ങ് ശിക്ഷ ഉണ്ട്. ചൊന്ന നമ്പറുകൾ മൂന്ന് വിഭാഗം. പിന്നെ റിപ്പീറ്റ് ചൊന്തു റസൂലുള്ളാഹി സ്വഹാബിക്ക് അറിയിക്കുക നബി ആ മൂന്ന് വിഭാഗം. അതിലൊന്ന് ചൊന്തു ഖർച്ചായത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയത് എടുത്തു ചൊല്ലാൻ. രണ്ടാമത്തത് എട്ടര കീല് ഡ്രസ് ഇട്ടത് വലിച്ചെടുക്കുന്ന ആൾമാർ. മൂന്നാമത്തത് കളവ് ചുത്ത് അങ്ങനെ മാലറ് അങ്ങനെ ചരക്കര വിൽക്കുന്ന ആൾമാർ. ലോകരു എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയത്തിൽ അതുകൊണ്ടു റമദാനിൽ ഞങ്ങൾ കൊറിയ ഇബാദത്താക്കിയെങ്കിലും ആ ഇബാദത്തെ നിഷ്ഫലത്ത് കൊണ്ട് പോത്ത് ഇങ്ങനത്തെ ഒരു പണി ഞങ്ങളെ ജീവനത്തിൽ വരുമ്പോൾ തീരാ ചുമതല ആ വിഷയത്തിൽ ഞങ്ങൾ ചുമ ഹയാലാക്കണം, ജാഗ്രത ആക്കണം. അങ്ങനെ എടുത്ത അമൽ അത് ആൾമാർക്ക് കാട്ടം കഴിച്ച് അല്ലെങ്കിൽ അത് ഇങ്ങനെ സ്വന്തം നടക്കുന്ന രൂപത്തിൽ ആവാത്ത രൂപത്തിൽ ഞങ്ങളെ ഇബാദത്തെല്ലാം ചുമ സീക്രട്ട് ചെയ്തും അള്ളാഹുക്ക് എപ്പോഴും പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ ಅದನ್ನು ಗೌಪ್ಯ ದುಃಖ ಮೋಕ್ಷ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ
അങ്ങനത്തെ മുഅ്മിൻമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം പെടുത്തിട്ട് وآخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد أيها الإخوة والأخوات أوصيكم بتقوى الله. ഞങ്ങളെല്ലാവരും எல்லா வெள்ளாச மிம்பரில் இருந்து கேட்குற பொறுத்தர் ஆயத்து അതെല്ലാണ്ടും വേറൊരു സ്പീച്ചിക്ക് പോയെങ്കില അല്ലെങ്കിൽ നിക്കാതെ ഖുതുബത്തിലാണ് കേൾക്കുற പൊറുത്തൊരു ആയത്തുള്ളൂ. സൂറത്ത് ആൽ ഇമ്രാൻ അതിലെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീത്തുൽ അൽമാറെ വിളിച്ചിട്ട് രണ്ട് വിഷയത്തെ കുറിച്ചുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏ ഈമാനുള്ള ആൽമാരെ, നിങ്ങൾ അല്ലാഹുവെ പേടിക്കുന്ന പോലെ പേടിക്കണം. ദിക്ർ ഒന്നാമത്തെ വിഷയം. അല്ലാഹുവെ പേടിക്കുന്ന പോലെ പേടിക്കുന്നെങ്കിൽ അള്ളാഹു വിഷയത്തിൽ തഖ്വ പാലനയുടെ രൂപത്തിൽ തഖ്വ പാലനಕ್ಕೆ ചെയ്യണം ചൊല്ലല ರೀತಿ പെദ്രീതിക്ക് തഖ്വ ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഓർഡർ ആക്കിയ കൊണ്ട് വിഷയ ഞങ്ങൾ ആക്കുന്നു, ഞങ്ങളുടെ വിരോധിച്ച കൊണ്ട് വിഷയത്തിൽ തൊട്ട് ഞങ്ങൾ വിട്ടുനിൽക്കുന്നു. ഇതേ ദിക്ർ തഖ്വ. നോക്കൂ, എത്ര ഖുതുബത്തിൽ ആയത്ത് ഞങ്ങൾ കേട്ടതാണ്, എത്ര സന്ദർഭത്തിൽ തഖ്വയുടെ വിഷയത്തിലുള്ള വസിയത്ത് ഞങ്ങൾ കേട്ട. അള്ളാഹുടെ വസിയത്ത് എത്തിക്കുന്നത് മനുഷ്യന്മാരുടെ ഖുർആനിൽ ചൊല്ലുന്നതായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീത്തുൽ അൽമാരുടെ സ്പെഷ്യലി മനുഷ്യന്മാരുടെ ടോട്ടലി ചൊല്ലപ്പെട്ട പൽക യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും. യാ മനുഷ്യന്മാരെ, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ പേടിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, യാ ഈമാനുള്ള ആൾക്കാർ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. നോക്കൊരു ആ രൂപത്തെ ഒരു തഖ്വ ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധമാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യിച്ചോണ്ടുള്ള ഉദ്ദേശമെങ്കിൽ ഖുർആന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധാക്കിയ പോലത്തെ ആ ആയത്ത് അവിടെ ചൊല്ലുമ്പോൾ ആ നോമ്പ് നിർബന്ധാക്കുമ്പോൾ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പൽക്കലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയിലാവുമ്പോൾ ഈ ദിക്ർ ചൊല്ലല രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, മനുഷ്യന്മാരിൽ എല്ലാ തന്റെ മാന്യതയുള്ളവൻ ആലോചിച്ചെങ്കിൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ വിഷയത്തിൽ എല്ലാ തന്നെ യാർ തഖ്വത്തിൽ ജീവനെടുக்கிற പോലത്തെ തഖ്വ പാലനക്കിற പോലത്തെ എത്തിക്ക. നാളെ ഖിയാമത്ത് നാളിൽ എല്ലാ തന്നെ യാർ മനുഷ്യന്മാർ അങ്ങ് സ്വർഗത്തിക്ക് കൊണ്ട് രണ്ട് വിഷയത്തിൽ എത്തിക്കുക. ഒന്നു തഖ്വ, അല്ലാഹുവിന്റെ വിഷയത്തിലുള്ള തഖ്വ കൊണ്ടും പിന്നെ ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവം കൊണ്ടും നല്ല സ്വഭാവം കൊണ്ടും ഈ രണ്ട് വിഷയത്തിലേക്ക് എല്ലാ തന്നെ ആൽമാർ നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിക്ക് പോകേണ്ടി വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാടി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, നോമ്പ് നിർബന്ധാക്കപ്പെട്ടത് തഖ്വ ഉണ്ടാക്കട്ടെ ഈ ദിക്ർ ചൊല്ലുമ്പോൾ മനുഷ്യന്മാരുടെ അല്ലാഹുവിന്റെ വസിയത്ത്, മുഅ്മിനീത്തുൽ ആൽമാരുടെ ഖാസ്സയിൽ അല്ലാഹുവിന്റെ വസിയത്ത് തഖ്വ പാലനക്കണം ചൊല്ലല എത്തുന്നുണ്ടായെങ്കിൽ ആ തഖ്വത്തെ പാലനಕ್ಕೆ ചെയ്യിക്കുമ്പോൾ ആയത്തല്ല ജാഗ്രത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഷ്ടമുള്ളതൊന്നും ഞങ്ങളുടെ മേൽ നിർബന്ധാക്കിയിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. ഒരു നഫ്സിനൊട്ടിക്കും ആ നഫ്സിക്ക് തീരാത്തത് ആവാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഫ്സിനൊട്ടിക്ക് എന്താക്കിയിട്ടില്ല, ഫോഴ്സ് ചെയ്തിട്ടില്ല ചൊല്ലല രീതി. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് അല്ലാഹുവിന്റെ നിർദ്ദേശം അത് മാക്സിമം എത്ര നമുക്ക് പാലനാക്കുമ്പോൾ അവർ അത്ര ഞങ്ങൾ പാലനാക്കും. മാത്രമ ഞങ്ങളുടെ ആക്കുമ്പോൾ തീരാ ചൊല്ലുന്ന വിഷയ അത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ വിട്ടുപെടും. അങ്ങനെ ചെയ്യിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള തഖ്വ അതല്ലാണ്ട് വലിയ വേഷവിധാനത്തില അല്ലെങ്കിൽ പിന്നെ വലിയ സന്ദർഭത്തിൽ വേണ്ട പോലത്തെ ഒരു ആവേശത്തില അല്ല തഖ്വ ഉള്ളേഖിച്ചുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ തഖ്വ
ಅದು ರಮದಾನ್ ತಿಂಗಳಲ್ಲಿ ಮಾತ್ರಮೇ ನೆನನಿಕ್ಕಿರಬಹುದು ಮರಿಕಿರೋಡು ದೋರು ನನ್ನ ಜೀವನದಲ್ಲಿ ನನ್ನ ಪಾಲನೆ ಆಗಿದ್ದು ಮುಂದೋನು ಅನಂತ ಮುಖ್ಯಮಾರ ಕೂಟದಲ್ಲಿ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ನಗಲೆಲ್ಲಾರು ಪೆಡ್ತಟ್ಟು وآخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد أيها الإخوة والأخوات أوصيكم بتقوى الله. कल क्लास में मौजूद है आयत सूरत आल इमरान में 102 आयत अल्लाह खुतबतलू अल्लाह जुमान आल मिंबर ललम के करबत आयत आयत अल्लाह सुब्हानहु व तआला नगलट्टिगा करे मुमिनीतुल आलमार बिस्ताकर ഒന്നാമത്തെ വസിയത്ത് നാം മനസ്സിലാക്കി അത് അല്ലാഹുവെ സൂക്ഷിച്ചിട്ട് ചെയ്യണം ചൊല്ലുന്ന രീതി ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീത്തുൽ അൽമാർ വിളിച്ചുള്ള രണ്ടാമത്തെ വസിയത്ത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് മരിക്കുമ്പോൾ തീരാ ചൊല്ലുന്ന രീതി അതായത് ഞങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാം വിളിക്കണോ ചൊല്ലുന്ന രീതി മരിക്കുന്ന സന്ദർഭത്തിൽ ഓർത്ത് ഇസ്ലാം വിളിക്കുന്നുണ്ടായെങ്കിൽ ചെയ്യിക്കുമ്പോൾ പോകുന്ന ഇസ്ലാം വിളിക്കും അതായത് മുസ്ലിമീത്ത് ചെയ്യിക്കും അങ്ങനെ മാത്രമേ അവർക്ക് മുസ്ലിമീത്ത് മരിക്കുമ്പോൾ സാധ്യാവരെ സ്വന്തം രീതി ഇനി ഞങ്ങളുടെ ജീവനാണ് പരിശോധന ആക്കണം എത്ര ഇസ്ലാം ഞങ്ങളുടെ ജീവനത്തിലുണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ മുസ്ലിമാണ് ഞങ്ങളുടെ കർമ്മത്തിൽ ഞങ്ങൾ മുസ്ലിമാണ് ഞങ്ങളുടെ വേഷവിധാനത്തിൽ ഞങ്ങൾ മുസ്ലിമാണ് ഞങ്ങളുടെ കുടുംബ ജീവനത്തിൽ ഞങ്ങൾ മുസ്ലിമാണ് ഞങ്ങളുടെ ഇടപാടുകൾ ഞങ്ങൾ മുസ്ലിമാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ വിഷയത്തിൽ ആലോചന ആക്കുക ഞങ്ങൾ അവ കെട്ടുമ്പോൾ ആ ഔത്തുలు മുസ്ലിമീത്ത് ഞങ്ങൾക്ക് ചെയ്യും കാവുറ അങ്ങനത്തെ ആലോചന ഞങ്ങൾക്ക് പണ്ട അല്ലെങ്കിൽ ഇസ്ലാമിനെ കെട്ടിപിടിച്ചിട്ട് ചെയ്തിരപ്പോലത്തെ ഒരു മാഹോലിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജാഗയിൽ അങ്ങനത്തെ ഒരു ഏരിയത്തിലാണ് നാവ് കെട്ടിയുണ്ടല്ലോ ನನ್ನ ಇಸ್ಲಾಂಗೂ ತಡಸಾಗಬಹುದು ಎಂದ್ರಾವಟ್ಟು ವಿಷಯ ನನ್ನ ಬಿಸ್ನೆಸ್ಲುಂಟ ನನ್ನ ಮಕ್ಕಳಿಗೆ ನಾನೊಂದು ಸ್ಕೂಲ್ಗೂ ಕಾಲೇಜ್ಗೂ ಜಾಯಿನ್ ಹಾಕೊಂಬದಗೂ ಇಸ್ಲಾಮಗೂ ಅಡ್ಡಬಡ್ಡ ಎಂದ್ರಾವಟ್ಟು ವಿಷಯ ಉಂಟ ನಂಗೆ ಆಲೋಚನೆ ಆಗತ್ತೆ അതായത് കാലം ഇസ്ലാം ചൊല്ലുള്ളത് ഞങ്ങളെ ആധാർ കാർഡില പാസ്പോർട്ടില വോട്ടർ ഐഡിയില മാത്രം എന്തെങ്കിലും ഞാവല അതിലെല്ലാം മീൻകർ എന്ത് അവിടെ കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ ചൊല്ലുന്നവരുടെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ചൊല്ലുന്നില്ല അങ്ങനെ അള്ളാഹുവിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ആരെല്ലാം മുസ്ലിമോ ചൊല്ലുള്ളത് പേര് ഒരു അറബി പേര് വെച്ച് മുസ്ലിം ആവുന്നുണ്ടെന്നില്ല അല്ലെങ്കിൽ ഒരു മുസ്ലിം അബ്ബുമ്മരെ മോനീത്ത് ഈ ദുനിയാവുക്ക് വന്നെങ്കിൽ അവർ മുസ്ലിം ആവുന്നുണ്ടെന്നുമില്ല അതുകൊണ്ട് ഈ അമ്പിയാക്കന്മാർ പോലും ആ വിഷയത്തിൽ ചുമ ജാഗ്രതയാക്കി യാക്കൂബ് നബി അലൈഹിസ്സലാം മരിക്കുന്ന സന്ദർഭത്തിൽ മക്കളുടെ കേൾക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറത്തിൽ നമുക്ക് പഠിപ്പാടുന്നത് കാണാം 133ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബ അൽ-മൗത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മൗത്തിന്റെ സന്ദർഭത്തിൽ തന്റെ മക്കളൊട്ടിಗೆ ക്വസ്റ്റ്യൻ ಆಗಿರಬಹುದು ಕ್ವಶ್ಚನ್ ಇತ್ತಿದ್ರೆ ಮಾತ್ರ ಅಬುದೂನ ಮಿನ್ ಬಾದಿ ನಂದಲ್ ಬಿನ ನೀವು ಆ ರೀತಿ ಇದ್ರೆ ಇಬಾದತ್ ಆಗುತ್ತೆ അതായത് ആ മക്ക ഒരു നബിയുടെ മക്ക ആ മക്കളെ കൂട്ടത്തിൽ ഒരു നബിയും ഉണ്ട് ആ മക്കളെ വെച്ച് ഇത്തിക്രിയേക്ക് എന്ದರೆ ನಾ ಮರ್ಚಲು ಬಿನ ನೀವು ಆ ರೀತಿ ಇದ್ರೆ ಇಬಾದತ್ ಆಗುತ್ತೆ ನಂಗ ಮರಿಕಿನ ಸಂದರ್ಭದಲ್ಲಿ ಮಕ್ಕಳ ವಸಿಯತ್ ಎಂದರೆ ഇതാ ആ സ്വത്ത് അതോടെ എത്ര ഉണ്ട് എല്ലാവരും ഒരേ പോലെ ഓതിവെക്കണം അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് നോക്കണം അല്ലെങ്കിൽ പിന്നെ മക്കളെ കറക്റ്റ് നോക്കണം കുടുംബത്താൽ ഈ രൂപത്തിലേക്ക് ഞങ്ങൾ വസിയത്താക്കും ഇസ്ലാമിന്റെ വിഷയത്തിൽ പോലും ഞങ്ങൾക്ക് വസിയത്താക്കുന്നുണ്ടാവും യാക്കൂബ് നബി അലൈഹിസ്സലാം മാ തഅബുദൂന മിൻ ബഅദി നണ്ടൽ വേണ്ടി ആരംഭിച്ച് ദുആ കറാർ മക്കമാർ ചിലപ്പോൾ കൊണ്ട് കാലു അങ്ങനെ ചൊന്നാർ നഅബുദു ഇലാഹക വ ഇലാഹ ആബായി ഞങ്ങ നിന്റെ ഇലാഹ അതായത് നിങ്ങൾ ഏതൊരു ഇലാഹയെ വിളിച്ച് ദുആ കറാർ ആ ഇലാഹനെ ദുആ കറാർ നിങ്ങളുടെ അബ്ബ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
وإله آبائك إبراهيم وإسماعيل وإسحاق നിങ്ങളപ്പ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് അലൈഹിമുസ്സലാം അവർ ഏത് റബ്ബിനെ വിളിച്ച് ദുആ ചെയ്താ ആ റബ്ബ് വിളിക്കണ വിളിച്ച് ദുആ ഇലാഹൻ വാഹിദ ഒരേ ഒരു ഇലാഹ് വനഹ്നു ലഹു മുസ്ലിമൂൻ അവനൊക്കെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് അതായത് മുസ്ലിമീക്ക് ഞങ്ങൾ ചെയ്യുക ചൊന്തലത്തേക്ക് അങ്ങനെ ചൊല്ലപ്പെട്ട കളിക്കണം അപ്പോൾ ആ രൂപത്തിൽ ഇസ്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞങ്ങൾ പരിശോധനാക്കുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ ദുആണ്ട് തവഫനി മുസ്ലിമാ റബ്ബേ നല്ല മുസ്ലിമീക്ക് മരിക്കണം. ആര് ഒരു നബി അള്ളാഹു വഹി കൊടുത്ത ഒരു നബി ദിക്ർ അള്ളാഹുവിന്റെ ദുആ എന്തേ തവഫനി മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ദുആ കൊണ്ടുണ്ട് എന്തേ അള്ളാഹുവിന്റെ ദുആ എന്തേ വജ്നുബുനി വബനി അൻ നഅബുദൽ അസ്നാം റബ്ബേ നന്റെ സന്താനത്തെ വിഗ്രഹാരാധനത്തിന് ദൂരാക്കി റബ്ബേ. അതുകൊണ്ട് സഹോദരന്മാർ ആലോചനാക്കുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പാക്കാൻ ഒരു ഹദീസ് ഉണ്ട്. ആറാവ് വർഷ ಅವನು ಅವನ ಲಾಸ್ಟ್ ಪಲ್ಕ من كان آخر كلامه لا إله إلا الله ಅವನ ಲಾಸ್ಟ್ ಕಲಿಮತ لا إله إلا الله ಶಂತಾವರುಂಟ ಆಯ್ತು دخل الجنة ಅವನ ಸ್ವರ್ಗಕ್ಕೆ ಎತ್ತರ ಶಂತರದ ದಿಕ್ಕರು. അതേപോലെ വേറെ ഹദീസിൽ കാണാം ആറ് അല്ലാഹുവ ഉദ്ദേശിച്ചിട്ട് അല്ലാഹുവ വജ്ഹനെ ഉദ്ദേശിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് சொல்ற ആ ലാ ഇലാഹ ഇല്ലല്ലാഹോട് മൂത്താവരുണ്ട് ആയെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാം. ആറ് അല്ലാഹുവ വജ്ഹനെ ഉദ്ദേശിച്ചിട്ട് നോമ്പടിക്കണം ആ നോമ്പോട് കൂടി ജീവിക്കുന്നവൻ മരിക്കേണ്ടായെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാം. ആറ് അല്ലാഹുവ വജ്ഹനെ ഉദ്ദേശിച്ചിട്ട് സദഖ കൊടുക്കുക ആ സദഖ കൊടുക്കുന്നതോട് കൂടി ജീവിക്കുന്നവൻ മരിക്കേണ്ടായെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാം ചൊല്ലുന്നത് കള്ളം. ഞങ്ങൾ ഇസ്ലാമിലെ എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ പരിശോധനയാക്കിയിട്ട് ഏത് ഫീൽഡിൽ ഞങ്ങൾ ഇസ്ലാം വീക്കൊണ്ടു ആ ഫീൽഡിൽ ഇസ്ലാം ഞങ്ങൾ കട്ടിയാക്കണം. കുടുംബ ജീവനത്തിലേക്ക് ഇസ്ലാം വീക്കൊല്ലേണ്ടായെങ്കിൽ അവിടെ ഞങ്ങൾ കട്ടിയാക്കണം. കച്ചവടത്തിലേക്ക് ഞങ്ങൾ ഇസ്ലാം വീക്കൊല്ലേണ്ടായെങ്കിൽ അവിടെ ഞങ്ങൾ കട്ടിയാക്കണം. ഞങ്ങൾ ഇടപാടിലേക്ക് ഇസ്ലാം വീക്കൊല്ലേണ്ടായെങ്കിൽ അവിടെ എല്ലാം കട്ടിയാക്കിയിട്ട് ഒരു പൂർണ്ണ മുസ്ലിം ചെയ്യിക്കുമ്പോൾ ഞങ്ങൾ പ്രയത്നാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് ആ വസിയത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.